നമ്മുടെ ഭരണ സംവിധാനം ഇന്നും ചുമലിലേറ്റുന്നത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ബ്രിട്ടീഷുകാർ രൂപകൽപ്പന ചെയ്ത സ്വാതന്ത്ര്യാനന്തര ശേഷം ഇന്ത്യയുടെ ആദ്യ ദശകങ്ങളിൽ തയ്യാറാക്കപ്പെട്ട കാലഹരണപ്പെട്ട നിയമങ്ങളുടെയും ചട്ടങ്ങളുടെയും വലിയൊരു ഭാരമാണ്. സാങ്കേതിക വിദ്യയിൽ ലോകവും മിന്നൽ വേഗത്തിൽ മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തിലെ സർക്കാർ ഓഫീസുകൾ മാത്രം അതിനൊപ്പം സഞ്ചരിക്കാൻ സാധിക്കാതെ സ്തംഭിച്ചു നിൽക്കുന്ന ഒരവസ്ഥയിലൂടെയാണ് പോകുന്നത്. ഭരണ സംവിധാനം കാലാനുസൃതമായി മെച്ചപ്പെടുത്തേണ്ടത് സർക്കാരിന്റെ സേവനങ്ങൾ സമയബന്ധിതമായി ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് അത്യാവശ്യമാണെന്നിരിക്കെ ഈ പഴഞ്ചൻ രീതികൾ ഈ സിസ്റ്റത്തിൽ വലിയൊരു വിടവുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പൊടിപിടിച്ച ഇത്തരം വ്യവസ്ഥിതികളിൽ കുടുങ്ങി ഒരു ജനതയുടെ തന്നെ അവകാശങ്ങളും സമയവും ചോദ്യം ചെയ്യപ്പെട്ടാൽ എന്ത് സംഭവിക്കുമെന്നറിയാമോ? ആ സ്തംഭനാവസ്ഥയ്ക്കാണ് കേരളം ഇന്ന് അവസാനം ഉണ്ടാക്കാൻ പോകുന്നത്. കേരളത്തിന്റെ ഭരണചരിത്രത്തിലെ സമാനതകളില്ലാത്ത ഒരു പൊളിച്ചെഴുത്തിനാണ് നമ്മൾ സാക്ഷിയാകാൻ പോകുന്നത്. സർക്കാർ ജീവനക്കാരുടെ സേവന വ്യവസ്ഥകളെയും ഭരണനിർവഹണത്തെയും കർശനമായി നിയന്ത്രിക്കാൻ പോകുന്ന 19 നിർണായക നിയമങ്ങളും ചട്ടങ്ങളും സർക്കാർ പൂർണ്ണമായി പരിഷ്കരിക്കാൻ ഒരുങ്ങുകയാണ്. മാറ്റങ്ങൾ അവിടെ കൊണ്ടൊന്നും അവസാനിക്കുവാനും പോകുന്നില്ല. പതിറ്റാണ്ടുകൾ നീണ്ടു നിൽക്കുന്ന ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വത്തിനും കാലതാമസത്തിനും തടയിടുവാൻ ഫയലുകൾ നീക്കങ്ങളിലും ഭരണപരമായ തീരുമാനങ്ങളിലും ഇനി മുതൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നറിയപ്പെടുന്ന നിർമ്മിത ബുദ്ധിയുടെ കരുത്ത് കൂടി കേരളം പ്രായോഗിക തലത്തിൽ ഉപയോഗിക്കുവാൻ പോകുന്നു എന്നൊരു വാർത്ത. അപ്പോൾ എന്താണ് സർക്കാരിന്റെ BBPR സെൽ എന്ന് പറയാം. വ്യവസ്ഥകൾ മാറുമ്പോൾ ഇത് ലക്ഷക്കണക്കിന് വരുന്ന നമ്മുടെ ഉദ്യോഗസ്ഥരുടെയും അതേപോലെ കേരളത്തിലെ സാധാരണക്കാരെയും ഏത് രീതിയിലായി ബാധിക്കുന്നു എന്ന് കൂടി പറയാം. കേവലം ഒരു വാർത്തയ്ക്കപ്പുറം കേരള ഭരണ സംവിധാനത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്ന ഈ സുപ്രധാനമായ തീരുമാനങ്ങളുടെ കാണാപ്പുറങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. വെൽക്കം ടു മൈ സയൻസ് ഗാരേജ്. കേവലം ഫയലുകൾ ഒപ്പിട്ട് നീങ്ങുന്ന പരമ്പരാഗത രീതിയിൽ നിന്ന് മാറി ഭരണനിർവഹണം പൂർണ്ണമായ രീതിയിൽ ഉടച്ചു വാർക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനത്തെ പൊതുഭരണ വകുപ്പ് രൂപീകരിച്ചിരിക്കുന്ന പുതിയ സംവിധാനമാണ് ബിസിനസ് പോളിസി ആൻഡ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് സെൽ എന്ന് ഭാവിയിൽ അറിയപ്പെടാൻ പോകുന്ന BPPR സെൽ. ജോയിന്റ് സെക്രട്ടറി, അതുമല്ലെങ്കിൽ ഡെപ്യൂട്ടി സെക്രട്ടറി, പിന്നെ അണ്ടർ സെക്രട്ടറി, സെക്ഷൻ ഓഫീസർ, അസിസ്റ്റന്റ്, കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് എന്നിങ്ങനെ കൃത്യമായ രീതിയിലുള്ള ഒരു സ്റ്റാഫ് ഘടനയോടെ ആയിരിക്കും ഈ സെല്ല് പ്രവർത്തിക്കാൻ പോകുന്നത്. അപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പുറമെ കേരള IT മിഷൻ, NIC, കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി, IIMK നിയമവിദഗ്ധർ, ഡാറ്റാ സംരക്ഷണ വിദഗ്ധർ എന്നിവരുടെ എല്ലാം സാങ്കേതികവും പ്രൊഫഷണലുമായിട്ടുള്ള പിന്തുണ ഈ സെല്ല് പ്രയോജനപ്പെടുത്തുകയും ചെയ്യും. ആവശ്യമെങ്കിൽ മികച്ച കൺസൾട്ടിംഗ് ഏജൻസികളെയും കരാർ അടിസ്ഥാനത്തിൽ ഇതിനു വേണ്ടിയിട്ട് നിയോഗിക്കുകയും ചെയ്യും. അപ്പോൾ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം സർക്കാരിന്റെ സേവനങ്ങൾ ഏറ്റവും വേഗത്തിൽ സമയബന്ധിതമായി ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിന് ഒട്ടും തന്നെ ചേരാത്ത രീതിയിലുള്ള നൂലാമാലകളും അവ്യക്തതകളും ഒക്കെ ഒഴിവാക്കി ഭരണ സംവിധാനത്തെ മെച്ചപ്പെടുത്തുവാനാണ് ഈ ഒരു പൊളിച്ചെഴുത്ത് നടത്തുന്നത്. സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് വരുന്ന ഉദ്യോഗസ്ഥർക്ക് ഇതൊരു പുതിയ തൊഴിൽ സംസ്കാരത്തിലേക്കുള്ള കാൽവയ്പ് കൂടിയായിരിക്കും എന്ന് പറയാം. ഫയൽ നീക്കം വേഗത്തിലായി കഴിഞ്ഞാൽ ഒരു സാധാരണക്കാരന് സർക്കാർ ഓഫീസുകളിൽ നിന്ന് ലഭിക്കേണ്ട സർട്ടിഫിക്കറ്റുകൾ, പെൻഷനുകൾ, മറ്റ് ആനുകൂല്യങ്ങൾ എന്നിവയൊന്നും യാതൊരു കാലതാമസവും ഇല്ലാതെ ലഭിക്കുന്ന ഒരു സിറ്റുവേഷൻ വരും. ഒപ്പം അഴിമതിക്കും തീരുമാനങ്ങൾ വൈകിപ്പിക്കുന്ന പ്രവണതകൾക്കുമുള്ള പഴുതുകൾ അടയ്ക്കുന്നതും പൂർണ്ണമായും സുതാര്യമായതുമായിട്ടുള്ള ഭരണ സംവിധാനത്തിലേക്ക് എത്തിപ്പെടുവാനും സാധിക്കും. കേരളത്തിലെ ഏതൊരു സർക്കാർ ജീവനക്കാരൻ്റെയും ഔദ്യോഗിക ജീവിതത്തിന്റെ അടിസ്ഥാന ശിലയാണ് 1959 വന്ന KSR റൂൾസ്. പതിറ്റാണ്ടുകൾക്ക് മുൻപ് എഴുതപ്പെട്ട യാത്രാബത്ത ചട്ടങ്ങളും അതേപോലെ തന്നെ ലീവ് വ്യവസ്ഥകളും ഇന്നത്തെ കാലത്ത് തീർത്തും അപര്യാപ്തമാണ് എന്ന് പറയാം. സ്പാർക്ക് പോലെയുള്ള ഡിജിറ്റൽ സംവിധാനങ്ങളിലൂടെ ശമ്പളവും അവധിയും ഒക്കെ നിയന്ത്രിക്കപ്പെടുന്ന ഈ ഒരു കാലഘട്ടത്തിൽ കാലഹരണപ്പെട്ട പല KSR ചട്ടങ്ങളും ഡിജിറ്റൽ സംവിധാനങ്ങളുമായി ഒത്തുപോകുന്നില്ല എന്നാണ് പറയാനുള്ളത്. ഇത് അപ്ഡേറ്റ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ പെൻഷൻ വിതരണത്തിന് ഉൾപ്പെടെയുള്ള കാലതാമസം പൂർണ്ണമായിട്ടും ഒഴിവാക്കാം എന്നതാണ് ഇത്തരത്തിലുള്ള പരിഷ്കരണത്തിന്റെ ആവശ്യകതയായിട്ട് സൂചിപ്പിക്കാനുള്ളത്. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വഴിയുള്ള നിയമനങ്ങൾ മുതൽ ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ വരെയുള്ള പ്രൊമോഷനുകളൊക്കെ വളരെ സുതാര്യമാകുന്ന 1958 കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂൾസിലെ നിയമപ്രകാരമാണ്. പലപ്പോഴും വകുപ്പുകളിലുള്ള സീനിയോറിറ്റി തർക്കങ്ങൾ കോടതികൾ പോലും കയറുകയും വർഷങ്ങളോളം ഈ പ്രൊമോഷനുകളൊക്കെ തടസ്സപ്പെടുകയും ചെയ്യാറുണ്ട്. അവ്യക്തമായിട്ടുള്ള ചില പഴയ ചട്ടങ്ങളാണ് ഇതിന്റെ പിന്നിലെ പ്രധാന കാരണം. വ്യവസ്ഥകൾ ഡിജിറ്റൽ യുഗത്തിനനുസരിച്ച് ലളിതമാക്കിയാൽ ഉദ്യോഗസ്ഥർക്ക് അർഹതപ്പെട്ട സ്ഥാനക്കയറ്റങ്ങൾ വേഗത്തിൽ ലഭിക്കുന്നതിനും നിയമന പ്രക്രിയകളൊക്കെ സുഗമമായി നടത്തിക്കാനും സാധിക്കുമെന്നതാണ് ഈ മേഖലയിലും പരിഷ്കരണം അനിവാര്യമാണ് എന്ന് പറയാനുള്ള കാരണം. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയെ പ്രത്യേകിച്ച് എയ്ഡഡ് സർക്കാർ സ്കൂളുകളെ നിയന്ത്രിക്കുന്ന അതിബൃഹത്തായ നിയമസംഹിതയാണ് 1959 കേരള എഡ്യൂക്കേഷൻ റൂൾസ്. ഇതിലെ ഏറ്റവും വലിയ തലവേദന വർഷാവർഷം നടക്കുന്ന സ്റ്റാഫ് ഫിക്സേഷൻ തന്നെയാണ്. അപ്പോൾ ഈ സമന്വയ പോലെയൊക്കെയുള്ള പോർട്ടലുകളൊക്കെ വന്നതോടെ ഇതിൽ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എങ്കിലും നിയമപരമായി ഈ നിയമങ്ങൾ ഇപ്പോഴും പഴയ കാലത്താണ് നിൽക്കുന്നത് എന്ന് തന്നെ പറയാം. സാങ്കേതിക വിദ്യയുടെയൊക്കെ സഹായത്തോടെ കുട്ടികളുടെ എണ്ണം തത്സമയം കണക്കാക്കി തസ്തികകൾ നിർണ്ണയിക്കാൻ കേരള എഡ്യൂക്കേഷൻ റൂൾസിൽ ആധുനികവൽക്കരണം അനിവാര്യമാണ് എന്ന് പറയാം. സർക്കാർ പണം എങ്ങനെ ചെലവാക്കണം എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള മാനദണ്ഡങ്ങളാണ് ഫിനാൻഷ്യൽ കോഡും അതേപോലെ ട്രഷറി കോഡും നമുക്ക് നൽകുന്നത്.
ഇന്ന് സർക്കാർ പർച്ചേസുകൾ ഭൂരിഭാഗവും ഈ ടെൻഡർ വഴിയോ കേന്ദ്ര ഗവൺമെന്റിന്റെ ഗവൺമെന്റ് ഈ മാർക്കറ്റ് പ്ലേസ് പോർട്ടൽ വഴിയോ ഒക്കെയാണ് നടക്കുന്നത്. എന്നാൽ നമ്മുടെ ഫിനാൻഷ്യൽ കോഡിലെ പല വ്യവസ്ഥകളും ഡിജിറ്റൽ ഇടപാടുകളെ പൂർണ്ണമായി ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളതാണ്. സാമ്പത്തിക തീരുമാനങ്ങളിൽ അധിഷ്ഠിത ഓഡിറ്റിംഗ് സംവിധാനങ്ങൾ കൊണ്ടുവരുവാനും ഫയൽ നീക്കം വേഗത്തിലാക്കുവാനും കോഡുകൾ കാലോചിതമായി മാറേണ്ടത് അത്യാവശ്യമാണ് എന്നതാണ് ഈ മേഖലയിൽ അനിവാര്യതയായി പറയാനുള്ളത്. പതിറ്റാണ്ടുകളൊക്കെ പഴക്കമുള്ള ഈ നിയമങ്ങൾ കേവലം കടലാസിൽ മാത്രം തിരുത്തി എഴുതിക്കൊണ്ട് കാര്യമില്ല. അവ പ്രായോഗികമായി നടപ്പിലാക്കാൻ കൃത്യമായിട്ടുള്ള ഒരു ദർശനവും ഒരു ആസൂത്രണവും വളരെ ആവശ്യമാണ്. കേരളത്തിന്റെ ഭരണസിരാ കേന്ദ്രമായിട്ടുള്ള സെക്രട്ടേറിയറ്റിൽ ഇതിനായി സർക്കാർ രൂപീകരിച്ച BPPR സെൽ കൃത്യമായ കാഴ്ചപ്പാടോടെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഭരണരംഗത്ത് വർഷങ്ങളോളം പരിചയസമ്പത്തുള്ള ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറി, അതുമല്ലെങ്കിൽ സെക്രട്ടറി തലത്തിലുള്ള ഉദ്യോഗസ്ഥനാണ് ഈ സെല്ലിന്റെ പൂർണ്ണമായിട്ടുള്ള ചുമതല ഉണ്ടാവുക. ഇതിന് താഴെയായി ജോയിന്റ് സെക്രട്ടറി, അതുമല്ലെങ്കിൽ ഡെപ്യൂട്ടി സെക്രട്ടറി ഉണ്ടാവും. പിന്നെ അണ്ടർ സെക്രട്ടറി. അപ്പോൾ ഇവർ ചേർന്നിട്ടാണ് നയപരമായിട്ടുള്ള കാര്യങ്ങൾ ഏകോപിപ്പിക്കുക. ഫയലുകളുടെ സൂക്ഷ്മമായിട്ടുള്ള പരിശോധനകൾക്കും അതേപോലെ നടത്തിപ്പിനുമായിട്ട് സെക്ഷൻ ഓഫീസർ, അസിസ്റ്റന്റ്, കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് എന്നിവരും ഈ സെല്ലിന്റെ ഭാഗമായിട്ടുണ്ടാവും. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് നിയമങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടെങ്കിൽ പോലും ആധുനിക സാങ്കേതികവിദ്യയും മാനേജ്മെന്റ് തന്ത്രങ്ങളും ഭരണത്തിൽ കൊണ്ടുവരാൻ അതാത് മേഖലകളിലെ വിദഗ്ധരുടെ സഹായവും കൂടി വളരെ ആവശ്യമാണ്. അപ്പോൾ ഇവിടെയാണ് കേരളത്തിലെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി, IT മിഷൻ, നാഷണൽ ഇൻഫർമാറ്റിക്സ് സെന്റർ, IIM കോഴിക്കോട്, മാനേജ്മെന്റ് എക്സ്പെർട്ടൈസ് പോലെയുള്ള ചില സ്ഥാപനങ്ങളുടെ പങ്കാളിത്തം കൂടി ശ്രദ്ധേയമാകുന്നത്. അപ്പോൾ ഇവർക്ക് പുറമെ നിയമ നടപടികളിൽ പിഴവ് വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നിയമവിദഗ്ധരെയും വ്യക്തികളുടെ വിവരങ്ങൾ സുരക്ഷിതമായി ഇരിക്കുവാൻ സ്വകാര്യ മേഖലയിലെ ഡാറ്റാ സംരക്ഷണ വിദഗ്ധരും ഈ BPPR സെല്ലിന്റെ പിന്നിൽ അണിനിരക്കുന്നത് എന്ന് പറയാം. സർക്കാർ ഭരണത്തിൽ വരുന്നു എന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരുടെയും മനസ്സിൽ, ജനങ്ങളായാലും ഉദ്യോഗസ്ഥരായാലും മനസ്സിൽ ഒരു പേടിയുണ്ടാവും. യന്ത്രങ്ങൾ തീരുമാനമെടുത്താൽ അത് ശരിയാകുമോ എന്നുള്ളത്. ഉദ്യോഗസ്ഥരൊക്കെ ജോലി നഷ്ടപ്പെടില്ലേ എന്നുള്ള കാര്യം. എന്നാൽ ഭയപ്പെടേണ്ട യാതൊരു ആവശ്യവുമില്ല. യന്ത്രങ്ങൾക്ക് ഭരണചക്രം കൈമാറാനല്ല, മനുഷ്യന്റെ തന്നെ ഒരു കഴിവിനെ വർദ്ധിപ്പിച്ചെടുക്കാനാണ് സർക്കാർ ഇവിടെ ശ്രമിക്കുന്നതെന്ന് കാണാം. ഫയൽ മാനേജ്മെന്റിൽ ഏത് രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളൂ. ഇത് മനുഷ്യന്റെ റോൾ എന്താണെന്നൊക്കെയുള്ള വളരെ ലളിതമായിട്ടുള്ള കാര്യങ്ങൾ ഒരു 3 ഘട്ടത്തിലൂടെ നമുക്കൊന്ന് മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കാം. ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് ഫയൽ സമ്മറൈസേഷൻ ആണ്. അപ്പോൾ 100 കണക്കിന് പേജുകളുള്ള സങ്കീർണമായിട്ടുള്ള ഫയലുകൾ പഴയ കാലത്ത് വായിച്ച് മനസ്സിലാക്കി അതിന്റെ മുൻകാല ചരിത്രമൊക്കെ തപ്പിയിറങ്ങാൻ ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ വേണ്ടിവരും. എന്നാൽ ഡിജിറ്റലായി നൽകുന്ന ഒരു വലിയ ഫയൽ വളരെ നിമിഷ നേരം കൊണ്ട് വായിച്ചെടുക്കുകയും അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളും നിയമവശങ്ങളും മുൻകാലങ്ങളിൽ സമാനമായ കേസുകളിൽ സർക്കാർ ഈ കാര്യത്തിൽ എന്തൊക്കെ തീരുമാനമെടുത്തു എന്നൊക്കെയുള്ള കാര്യങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് ഒരു സമ്മറി നമുക്ക് നൽകി തരും. അതായത് പണ്ട് ദിവസങ്ങളോ മാസങ്ങളോ എടുത്തിരുന്ന ഒരു ജോലി ഇപ്പോൾ വളരെ നിമിഷ നേരം കൊണ്ട് ഉപയോഗിച്ച് ചെയ്യാമെന്നാണ് പറയുന്നത്. രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റമാണ്. അതായത് വെറും ഒരു വായനക്കാരൻ എന്നതിലുപരി ഒരു നിയമോപദേശകൻ കൂടിയായി മാറുന്ന സിറ്റുവേഷൻ. ഈ ഫയലുകളിൽ ഇനി എന്ത് തീരുമാനമെടുക്കാമെന്ന് ഉദ്യോഗസ്ഥന് കാണിച്ചു കൊടുക്കുന്ന രീതിയിലൊക്കെയാണ് കാര്യങ്ങൾ പോകാൻ പോകുന്നത്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് ഹ്യൂമൻ അക്കൗണ്ടബിലിറ്റി എന്നതാണ്. അപ്പോൾ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പ് ഇതാണ്. എത്രത്തോളം ബുദ്ധിമാനാണെങ്കിലും അതിന് സ്വന്തമായ രീതിയിൽ ഒരു ഫയലിലും ഒപ്പുവെക്കുവാനോ ഒരു ഫയലിൽ അന്തിമമായ തീരുമാനം എടുക്കുവാനോ സാധിക്കില്ല. അന്തിമ തീരുമാനം എടുക്കാനുള്ള പൂർണ്ണ അധികാരം ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥനിൽ തന്നെ എല്ലായ്പ്പോഴും നിക്ഷിപ്തമായിരിക്കുകയും ചെയ്യും. അപ്പോൾ അന്തിമ തീരുമാനം മനുഷ്യന് തന്നെ നമ്മൾ വിട്ടുകൊടുക്കുന്നതിന് ചില കാരണങ്ങൾ കൂടി പറയാം. യന്ത്രങ്ങൾക്ക് മനുഷ്യന്റെ വികാരങ്ങളോ നിസ്സഹായാവസ്ഥയോ ഒന്നും മനസ്സിലാകണമെന്നില്ല. നിയമങ്ങൾക്കപ്പുറം ചില ഫയലുകളിലൊക്കെ നമുക്ക് മാനുഷിക പരിഗണന നൽകേണ്ടതായിട്ട് വരും. അവിടെ മനുഷ്യന്റെ ഹൃദയവും വിവേകവും തന്നെ അത്യാവശ്യമാണ്. ഒരു തീരുമാനത്തിൽ എന്തെങ്കിലുമൊക്കെ പിഴവ് സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു യന്ത്രത്തെ നമുക്ക് ഒരിക്കലും ജയിലിൽ പിടിച്ചിടാനോ അല്ലെങ്കിൽ കോടതി കയറ്റുവാനോ ഒന്നും സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ആ കസേരയിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥൻ തന്നെ ആയിരിക്കണം ആ എടുക്കുന്ന തീരുമാനത്തിന്റെ പൂർണ്ണ ഉത്തരവാദി. നൽകുന്ന വിവരങ്ങളിൽ ചിലപ്പോൾ സാങ്കേതിക പിഴവുകളൊക്കെ ഉണ്ടായേക്കാം. ഉദ്യോഗസ്ഥന്റെ അനുഭവ സമ്പത്തും അവന്റെ യുക്തിയും ഉപയോഗിച്ച് അത് പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ അംഗീകാരം നൽകുകയുള്ളൂ എന്നതും ഇതിലെ ഒരു പ്രധാനപ്പെട്ട കാരണമായി പറയുന്നു. അപ്പോൾ ഇത് പ്രായോഗിക തലത്തിലൊക്കെ വരുമ്പോൾ അത് സാധാരണക്കാർക്കും ഭരണചക്രം തിരിക്കുന്ന ഉദ്യോഗസ്ഥർക്കും നൽകുന്ന നേട്ടങ്ങൾ വളരെ വളരെ വലുതാണ്. ട്രാൻസ്പെറൻസി, സിറ്റിസൺഷിപ്പ് ബെനിഫിറ്റ് എന്നിവയൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുന്നതാണ്. ജോലിഭാരം കുറയ്ക്കാനും പിഴവുകളില്ലാത്ത തീരുമാനങ്ങളൊക്കെ എടുക്കുവാനും ഉദ്യോഗസ്ഥ തലത്തിലുള്ളവർക്ക് ഈ സേവനത്തിലൂടെ സാധ്യമാകും എന്നത് നമ്മൾ പ്രധാനമായും കണക്കുകൂട്ടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയാണെങ്കിലും ഈ വലിയ കുതിച്ചുചാട്ടത്തിലും നമ്മൾ കാണാതെ പോയിക്കൂടാത്ത ചില വെല്ലുവിളികൾ കൂടി പറഞ്ഞു പോകാം. ഒന്നോർത്താൽ എല്ലാം തികഞ്ഞ ഒരു സംവിധാനവും നമുക്കില്ല. യുടെ സാങ്കേതിക പിഴവുകളോ വർഷങ്ങളായി പഴയ രീതിയിലൊക്കെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ ഈ ഒരു പുതിയ ഡിജിറ്റൽ സംസ്കാരത്തിലേക്ക് മാറ്റിയെടുക്കുക എന്ന വെല്ലുവിളി, അതേപോലെ ഡാറ്റാ പ്രൈവസി പോലെയുള്ള പ്രശ്നങ്ങളെല്ലാം ഈ വെല്ലുവിളികളുടെ കൂട്ടത്തിലുള്ളതാണ്. സോ ഫ്രണ്ട്സ്, പൊടി പിടിച്ച പഴയ ഫയലുകളുടെയും അനന്തമായ ചുവപ്പ് നാടകളുടെയും കാലഘട്ടത്തിൽ നിന്ന് കൃത്രിമ ബുദ്ധിയിലൂടെ അതിവേഗ സേവനങ്ങൾ എത്തിക്കുന്ന പുതിയൊരു യുഗത്തിലേക്കാണ് കേരളം കാലെടുത്ത് വെക്കുന്നത്. 19 നിയമങ്ങളുടെ ഈ പൊളിച്ചെഴുത്ത് യുടെ സംയോജനവും വലിയൊരു പരീക്ഷണം എന്നതിനപ്പുറം കേരളത്തിന്റെ ഭരണചരിത്രത്തിലെ സുവർണ്ണ രേഖയായി മാറുമോ എന്ന് വരും കാലം തെളിയിക്കട്ടെ.
സാങ്കേതികവിദ്യയും മനുഷ്യന്റെ വിവേകവും കൈകോർക്കുമ്പോൾ വിജയിക്കുന്നത് ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ തന്നെ ആയിരിക്കണമേ എന്നൊരു പ്രാർത്ഥന മാത്രമാണ് നമുക്കിതിൽ പറയാനുള്ളത്. അപ്പോൾ ഈ മാറ്റങ്ങളെക്കുറിച്ച് നിങ്ങളുടെ പൊതുവായ അഭിപ്രായം എന്താണ്? യന്ത്രങ്ങൾ ഭരണത്തിൽ സഹായിക്കുന്നതിനെ നിങ്ങൾ അനുകൂലിക്കുന്നുണ്ടോ? താഴെ കമന്റ് ബോക്സ് ഫ്രീ ആണ്. കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ തന്നു എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഇത് മാക്സിമം എത്തിക്കാനും, സുഹൃത്തുക്കൾ മാത്രമല്ല നിങ്ങൾ ഉദ്യോഗസ്ഥരായിട്ടുള്ള നിങ്ങളുടെ റിലേറ്റീവ്സിലും എത്തിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതുപോലുള്ള ആഴത്തിലുള്ള വിശകലനങ്ങളും ശാസ്ത്ര സാങ്കേതിക വിഷയങ്ങളുമായി മൈ സയൻസ് ഗ്യാരേജിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാമെന്ന് വാക്ക് നൽകുന്നു. ആൻറ്റിൽ ദെൻ സ്റ്റേ ട്യൂൺ ടു മൈ സയൻസ് ഗ്യാരേജ്.